കൊന്നവർ അത് CBI അല്ല, അതിനേക്കാൾ വലിയ ഏജൻസി ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. കണ്ണൂരിൽ സമാധാനം വേണം, കേരളത്തിൽ സമാധാനം വേണം, ഒടുവിൽ പിടിക്കപ്പെടണം. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മനോജ് പതക്കെ CBI ഏറ്റെടുക്കുകയും ഷുക്കൂറിന്റെ കേസ് ഏറ്റെടുക്കാതെ പോവുകയും ചെയ്താൽ അത് ഈ ഗവൺമെന്റിന്റെ മുഖത്ത് വരുന്ന കറുത്ത പാടായിരിക്കുന്നത് ഓർമ്മിക്കണം. ഷുക്കൂർ, ആ ഷുക്കൂറിന്റെ നീതിയുടെ പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഇതൊക്കെ കെട്ടിയും പടക്കി വെച്ചിട്ട് മടക്കി ഞങ്ങൾ പോയി വിചാരിക്കേണ്ട ജയരാജ. രാജ്യത്തെ കോടതി എറണാകുളം കൊണ്ട് അവസാനിക്കൂല, അങ്ങ് പോകും സുപ്രീം കോടതി വരെ. സുപ്രീം കോടതിയിൽ പോയിട്ട് അതിനെത്ര പണം ഒഴുക്കേണ്ടി വന്നാലും ഈ നാട്ടിലെ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് ആ കേസ് ഞങ്ങൾ നടത്തുന്നു. CBI ഏറ്റെടുത്ത് ജയരാജന് പ്രതിയാണെങ്കിൽ ജയരാജനെ കയ്യിലാമം വെച്ചിട്ടല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുക. ഏതെങ്കിലും പൊതുയോഗത്തിൽ ആളുകളുടെ കയ്യടിക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ആവേശമുണ്ടാക്കി പിറ്റേ ദിവസം നന്നായി മൂടിപ്പുറച്ചടർന്ന് കടന്നുറങ്ങുന്ന അണികളെ ഇളക്കിവിടുന്ന നേതാക്കന്മാരുടെ കൂടെ അല്ല ഞങ്ങൾ. ഇളകുന്ന അണികളുടെ മുമ്പിൽ നിന്ന് അവരെ കൂടെ പോകാൻ ധൈര്യമുള്ള ആൺകുട്ടികളുടെ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, മുസ്ലിം ലീഗ് ഉണ്ടാകും, ആ കേസിന്റെ വഴികളിലുണ്ടാകും. കേന്ദ്രമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നോട് മെനഞ്ഞാന്ന് ബഷീർ സാഹിബടക്കമുള്ളവർ വിളിച്ചു പറഞ്ഞു, ബഷീർ സാഹിബ് വിളിച്ചു പറഞ്ഞു, അതിന്റെ പേപ്പറുകൾ തയ്യാറാക്കണം, അവർ വരുത്തോട്ടെ, കേന്ദ്രമാരി വരുത്തോട്ടെ. കേന്ദ്രത്തിലെ രാജ്യത്തിലെ ഭരണകൂടത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ആ ഭരണ വ്യവസ്ഥയോട് നീതി പുലർത്തേണ്ടതാണ് നമ്മൾ. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നു. ആ കേസ് ഏറ്റെടുക്കാൻ അതാണ് വഴി. ആ വഴി പരിശോധിക്കും, ഏതു വഴികളും പരിശോധിക്കും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ അവിടെ നോക്കിയിട്ട് ഷുക്കൂർ കേസുണ്ടായി. ഇതോ LDF-മാര നാളത്തെ 21 കുട്ടികൾ അവിടെയാണ്. 21 പേർ എന്റെ മണ്ഡലമാണല്ലോ. ഞാൻ ഒത്തുകൊടുത്തതാണ്. അപ്പൊ ഞാൻ ഒത്തുകൊടുത്ത 21 പേര് കൊടുക്കൂലേ? അവനെ മോശമല്ല. ഞാനൊന്നും ഒത്തുകൊടുക്കുന്ന പണിയില്ല. ഞാനത് നേർക്കുന്നത് ഇങ്ങനെ കൊടുക്കലാക്കില്ല. ഇരുട്ടിന്റെ മകളുടെ പണി നിങ്ങൾക്കാണ്. നമ്മുടെ ഈ വെളിച്ച പരിപാടി ഒത്തുകൊടുക്കൂല. സമുദായത്തെ പിന്നിൽ നിന്ന് കുത്താൻ വന്നവന് ഒറ്റല്ല, പട്ട പകൽ രാജ്യത്തിന്റെ നിയമസഭയുടെ അകത്ത് വെച്ച് വിളിച്ചു പറയും. പിന്നെ വോട്ട് പറഞ്ഞു IB ചായ, IBക്ക് എന്തിനാണോ ചായപ്പണി എടുക്കുന്നത്? നേരത്തെ എടുക്കുന്ന പോലെ എനിക്ക് IBയിൽ പണി കിട്ടില്ല. അതിന്റെ ക്വാളിറ്റികൾ ഇല്ലാത്തതല്ല. അപേക്ഷിച്ച് നോക്കില്ല. IBയിൽ ശമ്പളം വാങ്ങി പണിയെടുക്കില്ല, ശമ്പളം തന്നിട്ടില്ലെന്ന് പണിയെടുക്കില്ല. കാരണം IB ഇന്ത്യയുടെ ഒരു അന്വേഷണ ഏജൻസിയാണ്. പാകിസ്ഥാനല്ല, ചൈനയുടെ അല്ല, റഷ്യന്റെ അല്ല. ഈ സമുദായത്തിനകത്തു നിന്ന് വരുന്ന സമുദായത്തിന്റെ നന്മയെ കെടുത്തുന്നവനാരായിരുന്നു അവരെ വിളിച്ചറിയണം. CH മുഹമ്മദ് കോയ സാഹിബിനെ കാവൽ പട്ടിക എന്ന് വിളിച്ചപ്പോൾ സിംഗിന്റെ മറുപടിയുണ്ട്. എന്താണ് അവൻ? ഞാനൊരു കാവൽ പട്ടിക. ഈ സമുദായം ഉറങ്ങിക്കിടക്കുമ്പോ അവരാരെങ്കിലും വന്നാൽ കുലച്ചു വിളിച്ചു നിർത്താൻ ആ സമുദായത്തെ അവന് കാവലിരിക്കുന്ന പട്ടികയാണ്. ഞാൻ ക്രിസ്ത്യൻ അനുയായികളാ. ഈ സമുദായത്തിന് ഒത്തുകൊടുക്കാൻ കഴിയുന്നവൻ ആരുണ്ടായാലും അവനെ ഒത്തുകയല്ല, പരസ്യമായി അവനെ എതിർക്കാൻ ഉണ്ടാവും. നാളത്തെ 21 കുട്ടികളിൽ നിരപരാധികൾ കുറെ ഉണ്ടാവും. നമുക്കറിയാം, കുറെ ഉണ്ട്. ആ നിരപരാധികൾക്ക് പുറത്തു വരാതെ നാളെ വരാം. ഒരു കൈയുണ്ട്. പോലീസ് പറഞ്ഞു, 1-ാം പ്രതി സമൃദ്ധിയിലേക്ക് കടന്നു. എവിടെയോ സമൃദ്ധി, എവിടെയോ സമൃദ്ധി. നിന്റെ കോയയോട് ചോദിക്ക്, നിന്റെ ഇളവരെ നസീറിനോട് ചോദിക്ക്, നിന്റെ അബൂബക്കറിനോട് ചോദിക്ക്, നിന്റെ സകല കരാട്ടേമാറ്റന്മാരോട് ചോദിക്കണോ? അവരോട് ചോദിക്ക്. അവരാണ് വിളിപ്പിച്ചത് കമറുദ്ദീനെ. കമറുദ്ദീന്റെ 1-ാം പ്രതിയെ തന്റെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത്. മുല്ലപ്പാടിന്റെ രുചിമാറാത്ത 21 കുട്ടികളെ കൊണ്ടുപോയി ജയിലിൽ തള്ളിയ നീയാണ്. ലീഗ് പാർട്ടിക്ക് ബലം വരുന്നത്, ലീഗ് പാർട്ടിയോട് ന്യായങ്ങൾ പറയാൻ വരുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയിലെ ചെറുപ്പക്കാരന്റെ അഭിമാനത്തെ മറ്റെന്തിനേക്കാൾ കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നവരാണ് ഞങ്ങൾ. അവന്റെ അഭിമാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവന്റെ അന്തസ്സ് ഉയർത്താനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അവന്റെ ശക്തിയെ പടർത്താനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനോട് പറയട്ടെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, നിങ്ങൾ എവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അംഗമാകുന്നതിൽ സന്തോഷിക്കുക. ഈ രാഷ്ട്രീയത്തിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു ശക്തിയെ
ഒരു ശക്തിയെയും കാണിച്ചു കൊണ്ടുവരും. ഇവിടെ ബൈത്തുറാമയുടെ വിഷയം പറഞ്ഞോ, ഷിഹാബിന്റെ അനുസ്മരണം. ഞാൻ എന്റെ മണ്ഡലത്തിലെ ഒരു അനുഭവം നിങ്ങൾക്ക് പറയാം. പലരും ചോദിക്കാം, എന്താണ് ഈ ലീഗുകാരൻ ചെയ്യുന്ന സേവനത്തിന്റെ അർത്ഥം? ഞാൻ എന്റെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അവിടെ ഒരു മണ്ഡലത്തിലെ ഒരു സാധുവായ മനുഷ്യൻ ഒരിക്കൽ ഞങ്ങൾ ലീഗിന്റെ പ്രവർത്തകന്മാർ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞു, ഒന്ന് MLA നമുക്കൊന്ന് കാണുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ചെന്നപ്പോ ഒരു മനുഷ്യന് കത്തിരിയും അദ്ദേഹത്തിന്റെ കാലും കയ്യുമൊക്കെ എന്റെ ബെരലിന് വന്നിരുന്നു. ഞാൻ ആ പിടിഞ്ഞു കൊടുത്ത വീട്ടിനകത്തേക്ക് കയറുമ്പോ അകത്ത് നിന്ന് മുഴക്കമുള്ള ശബ്ദം, MLA സാർ സ്വാഗതം. ഞാൻ ശബ്ദം കേട്ട് ദിക്കിലേക്ക് ചെന്നപ്പോൾ ഒരു പുതുസായ മുറിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ശബ്ദം നല്ല ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ ഒരു തുണി ഇങ്ങനെ വന്ന് ഞാന്നു കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചെന്താ? എന്റെ കൂടെ വന്നവർ പറഞ്ഞു, മുകളിൽ നിന്ന് മാറാല വീണാൽ പൊടി വീണാൽ പട്ടം കഴിയും, കയ്യെ അനുകൂല അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഒരുപാട് സംസാരിച്ചു. 23 കൊല്ലായി ഞാൻ ബെഡ്രിട്ടനാണ്. ഒരുപാട് സങ്കടങ്ങളിനോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് റൂമിൽ നിന്ന് അയാളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ആലോചിച്ച് എന്താ അയാൾക്ക് ചെയ്യാനാവും, എന്നെ ചെയ്തു കൊടുക്കാൻ പോവുക. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഒന്ന് പറയാം, നമുക്ക് ആ വീടൊക്കെ നന്നാക്കി കൊടുക്കാം. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ ഒക്കെ എന്റെ കൂടെ വന്നിട്ടുള്ള ഒരാൾക്കുണ്ട് ശ്രമത്ത് പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൂട്ടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആ നിലക്കൊന്ന് ടൈൽ ചെയ്ത് കൊടുത്ത്, ചുമലക്കൊന്ന് തേച്ച് കൊടുത്ത്, ഒരു നല്ല ഫീലിംഗൊക്കെ ആക്കി, ഒരു കട്ടിലിൽ നല്ല വൃത്തിയുള്ള കിടക്കയിൽ അയാളെ കിടക്കുക. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ ചിത്രം ഉണ്ടായിരുന്നു, ഒരു ചെറിയ ചിത്രം. ആ ചിത്രം ഞാൻ ചോദിച്ചു എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ ആ കാവിൽ പോയി തൊഴുതു വരുമ്പോഴാണ് എന്റെ വീഴ്ച അപകടം പറ്റിയത്. ആ കാവിന്റെ ചിത്രമാണ്. ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ആ ചിത്രം എല്ലാം ചെയ്ത് വലുതാക്കി അവരെ ചോദിക്കുക. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇയാൾ എന്നെ പിന്നെ വിളിക്കും, സാറങ്ങൾ കാരണം അന്ന് എന്റെ പന്തൽ വീട്ടിലുണ്ടായില്ല, ചായ തന്നില്ല, അത് പറയണം. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി. ഒരു ദിവസം കാണാൻ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ പോയി. ചെന്നപ്പോ അദ്ദേഹം വളരെ ഉഷാറായി, എന്നോട് നന്നായി സംസാരിച്ചു. ഞാൻ നോക്കുമ്പോ ഞാൻ എല്ലാവരെയും കൊടുത്ത ആ കാവിന്റെ ഫോട്ടോയുടെ അടുത്ത് എന്റെ ഫോട്ടോ വെച്ചത് മാലട്ടിട്ട്. ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാൻ മരിച്ചുകൊണ്ടിരുന്നു, കുറെ മാല. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ പോവാൻ. ഞാൻ ഒരു നിമിഷം ആലോചിച്ച് നോക്കി, എന്താണ് ദൈവം എന്ന് പറയുന്നത്? എന്താണ് നാം ഒരു ബിംബവും ഫോട്ടോയും വെച്ച് പൂജിക്കുന്നതും നമ്മൾ വിശ്വാസം കാണിക്കുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ സാന്നിധ്യം എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം എന്താണ്? ദൈവം ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് നിനക്കൊരു വീടുണ്ടാക്കി തരുമോ? ഇല്ല. പടപ്പുകളായി നമ്മളിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യുമ്പോ ഒരു വൈത്തോഹമ ഉണ്ടാക്കി ഒരുത്തൻ കിടക്കുമ്പോ അവന്റെ വീട്ടിൽ അരിയെത്തിക്കുമ്പോ അവൻ കാണുന്നത് ദൈവത്തെയാണ്, അദൃശ്യനായ അള്ളാഹുവിനെ. അള്ളാഹു നേരിട്ട് വന്ന് അവന് കൊടുക്കുകയല്ല. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ടല്ലോ. ഈ നാട്ടിൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നന്മയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, ആർദ്രതയുടെ, സഹാനുഭൂതിയുടെ, ദുഃഖവീഴ്ചയുടെ ആ കാര്യം കൊണ്ടുപോയി എത്തിക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടും. ഒരു വിശ്വാസം ചെയ്യുന്നത് സമാധാനം. ഇങ്ങനെ നിങ്ങളെ വിമർശിച്ചോ? ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അവർ കാണുന്നത് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അവിടെ ജാതിയും മതവുമില്ല സഹോദരന്മാരെ, അവിടെ വർഗവും വർണ്ണവും ഒന്നുമില്ല സഹോദരന്മാരെ. റഹ്മത്തല്ല, ഒന്നിനും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നവരാവുക. അല്ലാഹു ഹൃദയത്തിലേക്കല്ല എവിടേക്കുണ്ട്. അതുകൊണ്ട് നന്മ നിറഞ്ഞ ഹൃദയം കൊണ്ട് ഈ നാടിനെ, നാദാപുരത്തെ, കോഴിക്കോടിനെ ലോകശക്തിയുടെ കാരണം തുണിയിലേക്ക് തിരിയുക. നിങ്ങളുടെ യാത്ര തുടരുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.